കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പം മോനെ ദുബായ് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ. അവൻ വന്ന് ഇറങ്ങിയത് ഷാർജയിലാണ്. അപ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങാറുണ്ട്. ആ സമയത്ത് ദുബായിയുടെ ചെറിയൊരു ദൃശ്യമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഷാർജ വന്ന് ഇറങ്ങിയത് കൊണ്ട് ദുബായ് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പം ദുബായിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ പരിസര പ്രദേശങ്ങളാണ്. ഇത് ഷാർജയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജയിലൂടെയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ദുബായിലേക്ക് കിടക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ഷാർജയിലൂടെയാണ് കേട്ടോ. ഉച്ച സമയത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല ചൂടാണ്. പുറത്ത് 51-52 ഡിഗ്രി ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ദുബായിൽ എത്തിച്ചേർന്നു കേട്ടോ. കണ്ടോ, ദുബായിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടോ. നമ്മൾ ആദ്യം കണ്ട കാഴ്ച പോലെ അല്ലല്ലോ. ഇപ്പം നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ. ദുബായ് കുറച്ചും കൂടെ പോഷ് ഏരിയയാണ് കേട്ടോ. നോക്കൂ, ദുബായിയുടെ കാഴ്ചകളൊക്കെ മുഴുവനായിട്ട് കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പോയത് ദുബായിയുടെ ഒരു ചെറിയ ഏരിയയിലാണ് കേട്ടോ. ദുബായിയുടെ ഏറ്റവും നല്ല ഏരിയയിലൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ദുബായിലെ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു കുപ്പി വെള്ളം മേടിക്കുകയാണ് കേട്ടോ. ഒരു പമ്പിൽ നിർത്തിയിട്ട് നല്ല ചൂടുള്ളത് കാരണം വെള്ളം മേടിച്ചതാണേ. പുറത്ത് നല്ല ചൂടാണ്. പിന്നെ വണ്ടിയിൽ പോലും ശരിക്കും പറഞ്ഞാൽ AC അതിൻ്റെ ഒരു ഫുൾ സ്ട്രെങ്തിലൊന്നും വർക്ക് ചെയ്യത്തില്ല കേട്ടോ. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളും താമസിച്ച പരിസര പ്രദേശങ്ങളും ഒക്കെ കാണുക എന്നുള്ളതാണ് കേട്ടോ. കുറേ നാളായി ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട്. നേരത്തെ ഞാൻ ദുബായിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഷാർജയിലാണല്ലോ. അപ്പോൾ ദുബായിയുടെ ഒരു കുറേ നാളുണ്ടായിരുന്ന ആ സ്ഥലമൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇപ്പം നമ്മൾ എത്തിയത് മുത്തീന പാർക്ക് എന്ന സ്ഥലമാണ് കേട്ടോ. മുത്തീന എന്നുള്ള സ്ഥലമാണ് കേട്ടോ. ദേരയുടെ അടുത്താണ് മുത്തീന. അപ്പം നമ്മൾ പണ്ട് പോയ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാണുമ്പം മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കയറിയിട്ട് മോനിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഗ്ലാസ് ചായ അവിടുന്ന് കുടിച്ചു. അപ്പോൾ അവൻ ഫോൺ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞാനവിടെ ഇരുന്നു. ഒരു ആഫ്രിക്കൻ ലേഡി റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല രസമാണ്. ചെറുതായിട്ടൊക്കെ പിന്നിയിട്ട് അവരുടെ ആ ഒരു പരിഷ്കൃതമായ ശൈലി അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടിയിൽ കയറി ഞാൻ ഡോറ് അടയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ ലാവിഷായിട്ടിരിക്കുകയാണേ. പിന്നെയും അങ്ങനെ യാത്ര തുടരുവാണ് കേട്ടോ. ഇത് മുത്തീന പാർക്കാണ്. ഈ ഒരു പാർക്ക് കൂടെ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരികെ പോരുവാണ് കേട്ടോ. കൂടെ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോയില്ല. തിരികെ പോരാമെന്ന് വിചാരിച്ച് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് ഷാർജയിലേക്ക്. വെറുതെ ഒരു ഓട്ടപ്രദക്ഷിണം. അപ്പോൾ ഇത് മെട്രോ ലൈനാണ് കേട്ടോ. ഇത് മെട്രോ സ്റ്റേഷൻ. ശരിക്കും ഞാൻ കാറിൻ്റെ സൈഡിലിരിക്കുന്നത് കൊണ്ടേ എനിക്ക് കറക്റ്റായിട്ടൊന്നും വ്യൂ കിട്ടുന്നില്ല കേട്ടോ. എന്നാലും മെട്രോ സ്റ്റേഷൻ്റെ ഒരു പാർട്ട് കണ്ടോ, ഇത് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ദുബായിലാണ്. നമ്മുടെ ഷാർജയിൽ മെട്രോ ഒന്നും ഇല്ല കേട്ടോ. ഷാർജയിലെ ബസ് മാത്രമേ ഉള്ളൂ. ദുബായിലാണെങ്കിൽ ഒരുപാട് ദുബായിലെ ബസ് കണ്ടോ. ഇതാണ് ദുബായിലെ ഡബിൾ ഡെക്കറും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മെട്രോ ലൈൻ. ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് കാഴ്ചകളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ ദുബായ്. ഷാർജയും മറ്റ് എമിറേറ്റ്സുകളെ അപേക്ഷിച്ച് ഏറ്റവും ചിലവ് കൂടുതൽ, താമസത്തിനും എല്ലാത്തിനും ചിലവ് കൂടുതൽ ദുബായിൽ തന്നെയാണ്. ഏറ്റവും സൗകര്യങ്ങളും അവിടെ തന്നെയാണ്. ഏറ്റവും സുഖകരമായി താമസിക്കാവുന്ന സ്ഥലമാണ് ദുബായ്. കൂടുതൽ ആളുകളും ഷാർജയിലേക്ക് വന്ന് താമസിക്കുന്നത് ഹൗസ് റെൻ്റൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ. ഹൗസ് റെൻറ്റ് കുറയ്ക്കുവാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് ശരിക്കും ഒരു ദുബായിൽ ഒരു മുറിയെടുത്ത് താമസിക്കുന്ന സമയത്ത് ഷാർജയിൽ ചില പ്രദേശങ്ങളിൽ 1 ബെഡ്റൂം ഹോളൊക്കെ എടുത്ത് താമസിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്ക ആളുകളും ഷാർജയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഷാർജയിലേക്ക് തിരിച്ചെത്തി. ഷാർജയിൽ തിരിച്ചെത്തിക്കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകാമെന്ന് കരുതി ഒരു സ്ഥലത്ത് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് ചിക്കൻ പരിപ്പ് വട കഴിക്കുകയാണേ.
മോൻ കഴിച്ചത് കൊഴുക്കട്ടയാണ് കേട്ടോ.